ഓരോ രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അതുമായി കൂടി ബന്ധപ്പെടുത്തി ജനങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള അവശേഷിക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ട് ചെയ്യാനുള്ള ജനങ്ങളുടെ മുമ്പിലേക്കുള്ള അവരുടെ മുന്നിലെ വിലയിരുത്തലുകളായിട്ടാണ് ഓരോ വിഷയവും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ രാത്രി വൈകിയാണ് പ്രബീർ പുർക്കായസ്ഥ എന്ന ന്യൂസ് ക്ലിക്കിൻ്റെ എഡിറ്റർ ജയിൽ മോചിതനായത്. വലിയ നിയമ പോരാട്ടത്തിനൊടുവിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും തെറ്റായ നടപടികൾ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് NIA-യുടെ നടപടികൾ UAPA ചുമത്തി അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് കണ്ടുകൊണ്ട് പ്രബീറിന് ഇന്നലെ ജയിൽ മോചിതനാകാനുള്ള ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നത്. അത് വളരെ ശക്തമായൊരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറുന്നു. അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസാവട്ടെ, പ്രബീറിൻ്റെ കേസാവട്ടെ, ഇതിലെല്ലാം അതുപോലെ ഇലക്ട്രൽ ബോണ്ട് ഏറ്റവും വലിയ അഴിമതി മോദി സർക്കാരിൻ്റെ കാലത്ത് നടക്കുന്നത് എങ്ങനെയാണ് എന്ന് വെളിപ്പെട്ട സുപ്രീം കോടതി വിധിയിലൂടെ വെളിപ്പെട്ട ഇലക്ട്രൽ ബോണ്ട്, ഇതെല്ലാം ഗൗരവ വിഷയങ്ങളാവുമ്പോൾ കടുത്ത വർഗീയതയിലൂടെ മോദിയും അതുപോലെ തന്നെ BJP നേതൃത്വവും ആ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്ന സാഹചര്യം, ഈ ഒരു പൊതു അന്തരീക്ഷത്തിലേക്കാണ് ഓരോ വാർത്തയും, ദേശീയമാനങ്ങളുള്ള ഓരോ വാർത്തയും ഓരോ വിവരങ്ങളും വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദില്ലിയിൽ നിന്ന് വിഷ്ണു തലവൂര് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. തിരിച്ചടികളുടെ സുപ്രീം കോടതിയിൽ നിന്ന് വളരെ സുപ്രധാനമായ കേസുകളിലുള്ള തിരിച്ചടികളുടെ കാലമാണ് മോദി സർക്കാരിൻ്റെ അവസാന കാലം. ഏറ്റവും സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. വിഷ്ണു, ഗുഡ് മോർണിംഗ്. ഈ കാലത്ത് തെരഞ്ഞെടുപ്പ് കാലമാണ്. ഇനിയിപ്പോൾ 5ാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. 5ാം ഘട്ടം റായ്ബറേലി അടക്കമുള്ള മണ്ഡലങ്ങളാണ് 5ാം ഘട്ടത്തിലുള്ളത്. ഇന്നലെ ഇന്ത്യ മുന്നണി നേതാക്കളുടെ സംയുക്ത വാർത്താ സമ്മേളനം ലഖ്നൌവിലുണ്ടായിരുന്നു. ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി കഴിഞ്ഞ ദിവസങ്ങളിലേത് എന്ന പോലെ തന്നെ പ്രബീർ പുർക്കായസ്ഥ കേസിൽ, ന്യൂസ് ക്ലിക്ക് കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് മോദി സർക്കാരിനുണ്ടാകുന്നു. അന്തരീക്ഷം സർക്കാർ വിരുദ്ധമായി മാറുന്നു. BJPയുടെ ആശങ്ക കുറെ കൂടി കനപ്പെടുന്നുണ്ടോ? ശരത്ത്, തീർച്ചയായിട്ടും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുന്നേ ഉള്ളൊരു അന്തരീക്ഷമല്ല ഈ 4 ഘട്ടങ്ങൾ പിന്നിടുമ്പോഴുള്ളത്. അത് 2ാം ഘട്ടം തന്നെ BJPക്ക് വലിയ തോതിലുള്ള ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് പോളിംഗ് ശതമാനത്തിലുണ്ടാകുന്ന കുറവ് പോലും BJP ക്യാമ്പിനെ വലിയ തോതിൽ ആശങ്കയിലാക്കുന്നുണ്ട്. അതിനു പുറമെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇപ്പോൾ നിരന്തരം കേന്ദ്ര സർക്കാരിന് തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിലായാലും മറ്റ് കേസുകളിലായാലും കേന്ദ്ര സർക്കാരിന് വലിയ തോതിലുള്ള തിരിച്ചടികൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളെ, പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നൊരു സാഹചര്യത്തിൽ പോലും BJPക്ക് നേരിടേണ്ടി വരുന്നത്. കെജ്രിവാളിനെ പുറത്തുവിടാതിരിക്കാൻ മാക്സിമം അല്ലെങ്കിൽ നഖശികാന്തം സുപ്രീം കോടതിയിൽ എതിർക്കുന്ന ഒരു സമീപനം നമ്മൾ കണ്ടതാണ്. പക്ഷേ ആ എതിർപ്പുകളൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി കെജ്രിവാളിന് 21 ദിവസം ഒരു ഇടക്കാല ജാമ്യം നൽകുന്നത്. അതോടൊപ്പമാണ് ഭീമ കൊറേഗാവ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗൗതം നവലാഖയ്ക്ക് ഒരു ജാമ്യം സുപ്രീം കോടതി അനുവദിക്കുന്ന നടപടി നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. ഇതിനൊക്കെ പുറമെയാണ് ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൻ തിരിച്ചടി തന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിന് ഇന്നലെ സുപ്രീം കോടതിയിൽ നിന്ന് നേരിടേണ്ടി വന്നത്. അത് സുപ്രീം കോടതി കൃത്യമായി തന്നെ ഈ പ്രബീർ പുർക്കായസ്ഥയ്ക്ക് ഉടൻ തന്നെ വിട്ടയക്കണമെന്ന് സുപ്രീം കോടതി നിർദ്ദേശിക്കുമ്പോൾ കൃത്യമായി തന്നെ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമെന്ന് പറയുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തതും അതോടൊപ്പം തന്നെ ആ റിമാൻഡ് ചെയ്ത നടപടിയും നിയമവിരുദ്ധമാണ് എന്ന് കൃത്യമായി സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ വിട്ടയക്കണമെന്നൊരു നിർദ്ദേശം സുപ്രീം കോടതി നൽകിയത്. എന്തായാലും ഇന്നലെ രാത്രി ഏറെ വൈകിയാണ് പ്രബീർ പുർക്കായസ്ഥ ജയിലിൻ്റെ പുറത്തേക്ക് വന്നത്. രോഹിണി ജയിലിന് പുറത്തേക്ക് രാത്രി 9 മണിക്ക് ശേഷമാണ് ഇറങ്ങുന്നത്. ആ സമയത്ത് ഇടത് അനുഭാവികൾ ഉൾപ്പെടെ അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ എത്തിയിരുന്നു. മുദ്രാവാക്യ വിളികളുമായിട്ടൊക്കെയാണ് സ്വീകരിച്ചത്. അതിനുശേഷം പ്രബീർ പുർക്കായസ്ഥ കൈരളി ന്യൂസിനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു നിയമ പോരാട്ടം, അതായത് മോദി സർക്കാരിൻ്റെ വേട്ടയാടലിന് എതിരായിട്ടുള്ള നിയമ പോരാട്ടം തുടരും എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രബീർ പുർക്കായസ്ഥ ജയിലിൽ നിന്ന് പുറത്തു വന്നപ്പോൾ നമ്മളോട് പ്രതികരിച്ചത്. ശരത്, വിഷ്ണു, അതിലേക്ക് വരാം. അദ്ദേഹം ഇന്നലെ കൈരളി ന്യൂസിനോട് പറഞ്ഞത്, ഇപ്പോൾ വിഷ്ണു സൂചിപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, ഒരു വലിയ നിയമ പോരാട്ടമാണ് നടത്തിയത്. വിഷ്ണു സൂചിപ്പിച്ചതുപോലെ എനിക്ക് ജാമ്യം തരണം എന്നാവശ്യപ്പെട്ടല്ല സുപ്രീം കോടതിയിലേക്ക് പോയത്. ഈ അറസ്റ്റിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടാണ് കീഴ്ക്കോടതികൾ മുതൽ ഹൈക്കോടതിയും കടന്ന് സുപ്രീം കോടതിയിലേക്ക് എത്തിയത്. ഏറ്റവും അത്ഭുതകരമായ കാര്യം, കീഴ്ക്കോടതികൾ തിരിച്ചറിയാതെ പോയത് അല്ലെങ്കിൽ അതിനനുസരിച്ച് നടപടികൾ സ്വീകരിക്കാതെ പോയ ഗുരുതരമായ
പിശകുകൾ, തെറ്റുകളാണ്, നടപടിക്രമങ്ങളിൽ അടക്കമുണ്ടായിട്ടുള്ള വലിയ തെറ്റുകളാണ് യഥാർത്ഥത്തിൽ സുപ്രീം കോടതി കണ്ടെത്തിയത്. അത്തരമൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് എന്തുകൊണ്ട് കീഴ്ക്കോടതികൾ വിധേയമായില്ല എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. അന്വേഷണ ഏജൻസികളെ കേന്ദ്ര സർക്കാർ ഏറ്റവും വലിയ ആയുധമാക്കുന്നു എന്ന ഗുരുതര ആക്ഷേപത്തിന് ഒരു വളരെ കൃത്യമായ തെളിവായി, ഉദാഹരണമായി പ്രബീർ പുർക്കായസ്ഥയുടെ ഈ കേസും മാറുകയായിരുന്നു. ഭീമ കൊറേഗാവ് കേസിലും കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പ്രായാധിക്യം ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് സുപ്രീം കോടതി ജാമ്യം നൽകുന്നു. ജാമ്യം നൽകുമ്പോൾ പറഞ്ഞത് ഈ വിചാരണ ഈ അടുത്ത കാലത്തൊന്നും തീരാൻ പോകുന്നില്ല, വർഷങ്ങളെടുക്കുമെന്ന് കോടതി പറയുകയാണ്. അങ്ങനെ കോടതി പറഞ്ഞുകൊണ്ട് ജാമ്യം നൽകുന്ന അവസ്ഥ വരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി സർക്കാർ വിമർശകരായി നിൽക്കുന്ന ആളുകളെ മുഴുവൻ ജയിലറയ്ക്കുള്ളിലാക്കുക എന്ന നിലയിൽ ഇത് തന്നെയാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടത്. ജാമ്യം ചോദിച്ചു പോവുക എന്നുള്ളതായിരുന്നില്ല, കൃത്യമായ നടപടികളെ ചോദ്യം ചെയ്യുകയാണ്. ആ നടപടികൾ ചോദ്യം ചെയ്യുമ്പോൾ കോടതി തന്നെ ഇവരെ ജയിൽ മോചിതരാക്കുന്ന, സുപ്രീം കോടതി തന്നെ ഇടപെടുന്ന വളരെ അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ രാജ്യം കടന്നു പോവുകയാണ്. പ്രബീർ പുർക്കായസ്ഥ ന്യൂസ് ക്ലിക്കിൻ്റെ സ്ഥാപകനും എഡിറ്ററും ചെയ്തതാണ്. തൻ്റെ അറസ്റ്റ് തന്നെ തെറ്റാണ്, നിയമവിരുദ്ധമാണ് എന്നാണ് വാദിച്ചത്. അതായത് റിമാൻഡ് ചെയ്യാൻ പോകുമ്പോൾ റിമാൻഡിൻ്റെ പെറ്റീഷൻ്റെ കോപ്പി പോലും ഈ പറഞ്ഞതുപോലെ ബന്ധപ്പെട്ടവർക്ക് നൽകാതെ, അഭിഭാഷകർക്ക് നൽകാതെ, വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ പുലർകാലത്തിലൊക്കെ പുലർച്ചെ കൊണ്ടുവന്ന് ഹാജരാക്കി റിമാൻഡ് ചെയ്യിക്കുന്ന നടപടികളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം തെറ്റാണ് എന്നാണ് സുപ്രീം കോടതി. അതും UAPA ചുമത്തിയ ഒരു കേസിലാണ് ഈ വിധത്തിൽ ഈ കരിനിയമങ്ങളായാൽ എന്തുമാകാം, ആരും ചോദിക്കാനില്ല എന്ന നിലയിലേക്ക്, കോടതികളിൽ പോലും ചോദ്യം ചെയ്യാനാവില്ല എന്ന ഒരു നില വന്നപ്പോഴാണ് കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്. അതിൻ്റെ വിശദാംശങ്ങളാണിപ്പോൾ വിഷ്ണു സൂചിപ്പിച്ചത്.